ഞാൻ നിങ്ങളോട് കുറച്ച് ദിവസമായിട്ട് പറയണമെന്ന് വിചാരിക്കുന്ന, എൻ്റെ ശ്രദ്ധയിൽ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില കാര്യത്തിലുള്ള എൻ്റെ നിരീക്ഷണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടേതായ തരത്തിൽ നിങ്ങൾക്ക് പരിശോധിക്കുകയും അതിൻ്റെ വാസ്തവം എന്താണ് എന്ന് അന്വേഷിക്കാവുന്നതും ആണ്. ഞാനിപ്പോൾ ഇത് പറയാനുണ്ടായ ഒരു സാഹചര്യം, പ്രത്യേക സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിസ്ഡം ഡയലോഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ പ്രൊമോഷൻ വീഡിയോ പ്രകാരമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ പരിപാടിയിൽ തന്നെയുള്ള ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കേൾക്കാനിടയായി. അതിൽ അവരുടെ ഒരു വലിയ വീരവാദം, വിസ്ഡം ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഡയലോഗ് എന്ന് പറയുന്ന പരമ്പര തുടങ്ങിയതിന് ശേഷം ഇസ്ലാം മത വിമർശകർ ആകെ അങ്കലാപ്പിലായി എന്നും മതവിരുദ്ധർ അല്ലെങ്കിൽ ഇസ്ലാം വിരുദ്ധർ അവർ രണ്ട് ചേരിയിലായി, അവരെ പിളർപ്പിലേക്ക് കൊണ്ടെത്തിച്ചു എന്നൊക്കെയുള്ള ഒരു വീരവാദം കേട്ട സമയത്ത്, അതായത് വിസ്ഡം ഗ്രൂപ്പുകാർ ഉണ്ടാക്കിയ ആശയക്കുഴപ്പത്തിൽപ്പെട്ട് സ്വതന്ത്ര ചിന്തകർക്കിടയിൽ അഭിപ്രായ ഭിന്നതയും അവരുടെ ഗ്രൂപ്പിസവും ഒക്കെ തലപൊക്കി എന്ന, എല്ലാത്തിൻ്റെയും പിന്നിൽ ഈ ഉത്തരം താങ്ങുന്ന പല്ലിയാണ് എന്ന ചില വലിയ വാദങ്ങളൊക്കെ കേട്ടു. ഗീർവാണം എന്നാണ് നമ്മളതിന് പറയാം. അപ്പം അത് പോട്ടെ, അത് കേട്ടു. അപ്പം ഞാൻ എന്താണ് ഇവരുടെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. വിസ്ഡം വിഭാഗത്തിൽപ്പെട്ട മുജാഹിദുകളായിട്ടുള്ള ആളുകൾക്കാണ് ഇസ്ലാം മത വിമർശകരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലും അസഹനീയതയും അസഹിഷ്ണുതയും ആക്രോശവും വെല്ലുവിളിയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ. അത്തരം ചില പ്രത്യേക മനോവികാരങ്ങൾ പൊതുവിൽ പങ്കുവെക്കുന്ന 2-3 വിഭാഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വഹാബികളാണ്. ആ വഹാബികളിൽ തന്നെ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി, അതേപോലെ റഫീഖ് സലഫിയൊക്കെ അതിൽ പെടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് ആളുകൾ, മുജാഹിദ് ബാലുശ്ശേരി, അതേപോലെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ, നമ്മുടെ എന്താ പറയുക, CP സലീം എന്ന് പറയുന്ന അബ്ദുള്ള ബാസിലിൻ്റെ ഒക്കെ പിതാവായിട്ടുള്ള ആള് അബ്ദുള്ള ബാസിലിൻ്റെ സഹോദരൻ ഹിലാല്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള UA എന്ന് പറയുന്ന പുതിയൊരു കുട്ടികൾ, ഡയലോഗ്, വിസ്ഡം, ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഹാലിളകി നടക്കുന്ന, ഹാലിളകുക എന്ന് പറഞ്ഞാൽ ജതുബളുക എന്നൊക്കെ നമ്മൾ പറയും. അത് CM കുറിച്ചാണ് സാധാരണ വിശ്വാസികൾ പറയാം, ജതുബളുകി നടക്കുക. അപ്പോ അങ്ങനെ ജതുബളി നടക്കുന്നതിന്റെ കാരണം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് വാസ്തവത്തിൽ ഇസ്ലാം മത വിമർശകർ ശക്തമായ ഇസ്ലാം മത വിമർശനം, ശരിയായ ദിശയിലുള്ള ഇസ്ലാം മത വിമർശനം, മറ്റവർ പറയുന്ന ഈ വിഭാഗീയത എന്ന് പറയുന്നതിനകത്ത് ആശയപരമായ അല്ലെങ്കിൽ ചിന്താപരമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് സ്വീകരിക്കുന്ന വഴികൾ, ശൈലികൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങളിൽ സുന്നികളും മുജാഹിദുകളും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഉള്ളതുപോലെ സ്വതന്ത്ര ചിന്ത കൂടുതൽ ആളുകളിലേക്ക് വ്യാപിക്കുകയും ഓരോ ആളുകളുടെയും രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഓരോ വിഷയത്തിലുള്ള നിലപാടുകൾ, സ്വീകരിക്കേണ്ട രീതി, ശൈലി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അവരവരുടെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എടുത്തിട്ടുള്ള ഒരു സമീപനം, ഞാൻ വ്യക്തിപരമായിട്ട് എടുത്തിട്ടുള്ള സമീപനം, പ്രത്യേകിച്ച് വലിയ കൂട്ടവും കൂട്ടായ്മയും എന്നതിൻ്റെ ഒക്കെ രാഷ്ട്രീയ അപകടങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മൾ സ്വതസിദ്ധമായ നമ്മുടെ ഒരു ശൈലിയിൽ നമ്മളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും മാന്യമായ രീതിയിൽ ഇസ്ലാമിനെ തുറന്നു കാണിക്കുകയും ഇസ്ലാമിൻ്റെ അവകാശവാദങ്ങളും പൊള്ളത്തരങ്ങളും പൊതുജനങ്ങളുടെ ഇടയിൽ ചോദ്യമായിട്ട് വെക്കുകയും അതേപോലെ തന്നെ ഇസ്ലാം പ്രബോധകരും പ്രചാരകരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ വലിയ അവകാശവാദങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും അവരുടെ പ്രഭാഷണങ്ങളെ റിയാക്ട് ചെയ്യുകയും, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കഴിഞ്ഞ 1.5-2 വർഷത്തോളമായിട്ട് ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നത് മതപ്രഭാഷകർ നടത്തിയിട്ടുള്ള പ്രഭാഷണങ്ങളെ പരിശോധിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം വസ്തുതയുണ്ട്, അതിൻ്റെ ശരി എന്താണ്, അതിൽ അവർ കളവ് പറയുന്നുണ്ടോ, അവരാളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടോ, അവർ കാലത്തിനൊത്ത് ഇസ്ലാമിനെ പരിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ, ഇവർ കിതാബ് മറച്ചു വെക്കുന്നുണ്ടോ, ഇപ്പോഴുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതിൽ തന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ചുകൂടി ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിൻ്റെ സാമൂഹിക വിഷയങ്ങളിലുള്ള ഇടപെടലുകളും അതുമായി ബന്ധപ്പെടുത്തി ഈ പൊതുജനങ്ങളുടെ ഇടയിൽ ഇവർ പറയുന്ന കാര്യങ്ങളും പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ഇസ്ലാം മത വിമർശനം എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ കളവുണ്ട്, തെറ്റുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, കളവുകൾ പൊളിക്കുന്ന സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് മറുപടി പറയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ, നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ 3 വർഷം 4 വർഷമായിട്ട് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം മത വിമർശനങ്ങളിൽ
ഏത് വസ്തുതക്കാണ് ഇവർ മറുപടി പറഞ്ഞിട്ടുള്ളത്? മറുപടി പറയാൻ ഇവരാകെ ശ്രമിച്ചത് ഒരു ഉറുമ്പും കൂടാണ്, ഒരു തോട്ടമാണ്. ഈ രണ്ട് കാര്യം തീരുമാനമായി കിടക്കുകയാണ്. അപ്പൊ ഉറുമ്പിൻ കൂടും തോട്ടവും തീരുമാനമായതിന്റെ പശ്ചാത്തലത്തിൽ സൂറത്തു തൗബയുടെ വിഷയത്തിലും അതേപോലെ സ്ത്രീകളുടെ വിവാഹമോചന അവകാശത്തിന്റെ പ്രശ്നത്തിലും മക്കക്കാരുടെയും ഇസ്ലാമിന്റെയും സഹിഷ്ണുതകൾ തമ്മിലുള്ള താരതമ്യത്തിലും പെട്ടുകിടക്കുന്ന ഈ UA ടീം അതിൽ നിന്ന് ശ്രദ്ധ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയ കോലാഹലങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ, നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല, EM ജബ്ബാർ MM അക്ബർ സംവാദത്തോടുകൂടി ജബ്ബാർ മാഷിന്റെ കഥ കഴിഞ്ഞു, ജബ്ബാർ മാഷ് ആഴക്കടലിൽ മുക്കി വെള്ളം കുടിച്ചു എന്നൊക്കെ പറയുന്ന വിശ്വാസികൾ, തക്ബീർ വിളിക്കുന്ന വിശ്വാസികൾ, നിങ്ങൾ ഒന്ന് മനസാന്നിധ്യം വീണ്ടെടുത്ത് സ്വസ്ഥമായ മനസ്സോടുകൂടി എന്തും നേരിടാനുള്ള മനക്കട്ടിയോടുകൂടി തയ്യാറെടുപ്പോടുകൂടി നിങ്ങൾ ഇന്റർനെറ്റിൽ നമ്മുടെ MM അക്ബർ സാഹിബ് കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി കേരളക്കരയിൽ നടത്തി വന്നിരുന്ന സ്നേഹസംവാദത്തിന്റെ അവസ്ഥ എന്താണെന്ന് പോയി നോക്കുക. ആരെങ്കിലും എറണാകുളം ഭാഗത്തുണ്ടെങ്കിൽ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ വൈറ്റ്ല ജംഗ്ഷൻ കഴിഞ്ഞ ഉടൻ ഇടത് സൈഡിലുള്ള വൈറ്റ്ല സലഫി മസ്ജിദിന്റെ ഓരത്തായി പ്രവർത്തിച്ചിരുന്ന MM അക്ബർ സാഹിബിന്റെ കേരളത്തിലെ മതപ്രബോധനത്തിന്റെ കേന്ദ്രമായിരുന്ന, ഞാനൊക്കെ ദഴവ ബുക്സിൽ പോയിട്ട് കുറെ പുസ്തകങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന നിച്ച് ഓഫ് ട്രൂത്തിന്റെ അഡ്രസ് ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കാം. കേരളത്തിൽ ഈ മതഗ്രന്ഥം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ഇസ്ലാം വിമർശകനെയും നേരിടാമെന്ന ആത്മവിശ്വാസം പറഞ്ഞുകൊണ്ട് ദഅവ വർക്ക്ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അഹമ്മദ് ദീദാത്തിന്റെയും സാക്കിർ നായിക്കിന്റെയും MM അക്ബറിന്റെയും ഒക്കെ വീഡിയോകൾ കേട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളുടെ മുന്നിൽ പോയി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും ഇസ്ലാമിലേക്ക് കോളേജിൽ പഠിക്കുന്ന കുട്ടികളെയും കൂടെ പഠിക്കുന്ന ചെറിയ LP സ്കൂളിൽ UP സ്കൂളിലെ കുട്ടികൾക്ക് വരെ എങ്ങനെയാണ് മതപരിവർത്തനം നടത്തേണ്ടത് എന്ന് ക്ലാസ് എടുക്കുന്ന സ്കൂളുകൾ വരെ തുടങ്ങിയ നിച്ച് ഓഫ് ട്രൂത്തിന്റെയും MM അക്ബറിന്റെ ദഅവ പ്രവർത്തനത്തിന്റെയും സ്നേഹസംവാദം എന്ന തരികിട പരിപാടിയുടെയും പൊടി പോലും കണ്ടുപിടിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞു വെച്ചാൽ, നുണ പറഞ്ഞ് ഏകപക്ഷീയമായി നുണ പറഞ്ഞ് നടക്കുന്ന കാലത്ത് വലിയ തട്ടും തടയുമില്ലാതെ പോയിരുന്ന MM അക്ബറിന്റെ ദഅവ ബിസിനസ് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പൂട്ടിക്കെട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. അത് ആരുടെയെങ്കിലും ഒരാളുടെ നേട്ടമായിട്ട് പറയാനോ ഞാനാണ് അതിൻ്റെ ആള് എന്ന് പറയാനോ അല്ല. കേരളത്തിന്റെ പൊതുവിലുള്ള സാമൂഹ്യ സാഹചര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ വിഴുങ്ങണ്ട, നിങ്ങൾ പോയി അന്വേഷിക്കാം. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഈ സ്ഥാപനം KNM-മായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്ന ദഅവ ബിസിനസ്, ആ ദഅവ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമരക്കാരൻ MM അക്ബറും അതിന്റെ ഇൻവെസ്റ്റർ ആയിട്ടുള്ള വേറെ ഒരാളും ഇത് നല്ല രീതിയിൽ ഇതര മതസ്ഥരുടെ ഗ്രന്ഥങ്ങളെയൊക്കെ എടുത്തുകൊണ്ട് അവരുടെ പുരോഹിതന്മാരെയൊക്കെ വേദിയിലേക്ക് വിളിച്ചുകൊണ്ട് സ്നേഹസംവാദം എന്ന പേരും വെച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റു മതങ്ങളെ മോശമായി ചിത്രീകരിച്ച് ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നാൽ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്ന സാമൂഹികമായ ഒരു ജീവിതാന്തരീക്ഷം തകർത്ത് കളയാൻ വേണ്ടി രാവും പകലും പണിയെടുത്ത ഒരു ദഅവ കച്ചവട സ്ഥാപനത്തിന്റെ അടിവേരിളകിയിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഇന്ന് അടച്ചുപൂട്ടലിന്റെ ഭീഷണിയിലാണ്. കാര്യമായ ഒരു ആക്ടിവിറ്റിയും നിച്ച് ഓഫ് ട്രൂത്തുമായി ബന്ധപ്പെട്ട് MM അക്ബർ നടത്തുന്നില്ല. MM അക്ബറിന്റെ ദഅവ പദ്ധതിയായിരുന്ന നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനം കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മടക്കിക്കെട്ടാൻ കാരണമായത്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായത് 2021 ജനുവരി മാസത്തിൽ നടന്ന സംവാദമായിരുന്നു എന്ന് ഓരോ വിശ്വാസിയും മനസാന്നിധ്യം വീണ്ടെടുത്തുകൊണ്ട് ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക. ഇത് നന്നായിട്ട് അറിയാവുന്നത്, നമ്മൾക്ക് ആർക്കും അറിയാത്ത ഈ കാര്യം നന്നായിട്ട് അറിയാവുന്നത് ആർക്കാണ്? വഹാബികൾക്കാണ്, സലഫികൾക്കാണ്. അതിനുശേഷം വീണ്ടും ചില പ്രശ്നങ്ങൾ അവർക്കിടയിലുണ്ടായി. ഇവർ പറയുന്നത് കേട്ടാത്തൊന്നും വഹാബി പ്രസ്ഥാനം ഒറ്റക്കെട്ടായിട്ട് ഇസ്ലാമിക ദഅവത്തും ഇസ്ലാഹിയത്തുമായിട്ട് പോവുകയാണെന്ന്. നിങ്ങൾ അന്വേഷിക്കുക, ഞാൻ പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കണ്ട. ഞാനൊരു ബിസിനസ്സുകാരനാണ്. എന്നെ സംബന്ധിച്ച് ഒരു ബിസിനസ് എങ്ങനെയാണ് തകരുന്നത്, തകരുമ്പോൾ ഒരു ബിസിനസ് ഓണർക്ക് ഉണ്ടാകുന്ന വിഷമം, നഷ്ടം, പ്രയാസം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക
എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ആളാണ്. ഒരാളുടെ ബിസിനസ് തകരുമ്പോൾ അതിൽ ഒരു കാരണവശാലും സന്തോഷിക്കാൻ പാടില്ലാത്ത ആളാണ്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മനുഷ്യരുടെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും പാരസ്പര്യവും നശിപ്പിക്കാൻ വേണ്ടി രംഗപ്രവേശം ചെയ്ത ഇസ്ലാഹിയത്തെന്നും ദഅവത്തെന്നും ജിഹാദെന്നും പറഞ്ഞ് കേരളക്കരയിൽ ഇളക്കി മറിച്ച് നടന്നിരുന്ന ദഅവാ സ്ഥാപനത്തിലെ ഏറ്റവും പ്രധാനമായ കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ പുറത്തേക്കുള്ള സായുധ ഇസ്ലാമിക സംഘങ്ങളിലേക്ക് വരെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലേക്ക് വരെ കണക്ട് ചെയ്യപ്പെട്ട ആ നിലവാരത്തിലേക്ക് പ്യുവർ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ശ്രമിച്ച ഒരു സ്ഥാപനം, അതിൻ്റെ അമരക്കാരനായിരുന്ന എം അക്ബർ സാഹിബ്, ആ സ്ഥാപനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ അറിയിക്കാൻ. നിങ്ങൾ ആരും ഈ സംഭവങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല. ആരെങ്കിലും ആ ഭാഗത്തൂടെ പോകുമ്പോൾ കയറി നോക്കിയാൽ മതി. അപ്പൊ ആ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി. വാസ്തവത്തിൽ ഞാൻ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തു തുടങ്ങുന്ന സമയത്ത് ഞാൻ എം അക്ബറിന്റെ പുതിയ വീഡിയോകൾ റിയാക്ട് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് പറ്റുന്ന വലിയ ഒരു റിസോഴ്സ് ആയിട്ടായിരുന്നു ഞാൻ അതിനെ കണ്ടിരുന്നത്. കാരണം എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു റോ മെറ്റീരിയൽ ആയിരുന്നു എം അക്ബറിന്റെ വീഡിയോകൾ. പക്ഷെ നിങ്ങൾ നോക്കൂ, എൻ്റെ ബിസിനസ്, എൻ്റെ ഈ കച്ചവടത്തെ കൂടി പൊളിച്ചെടുക്കുക എന്ന ഈ കച്ചവടത്തെ കൂടി അത് ബാധിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങൾ എൻ്റെ വിഷമം മനസ്സിലാക്കണം. എം അക്ബറിന്റെ ബിസിനസിന്റെ അത്രയും വാല്യൂ ഇല്ലെങ്കിലും ചെറിയൊരു ചാനൽ വെച്ച് ചെറിയൊരു മുറിക്കകർത്തിരുന്ന് ചെറിയൊരു മനുഷ്യൻ ചെറിയ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവര് വ്യാപിപ്പിക്കുന്ന ഇസ്ലാം പൊളിച്ചു വെക്കുന്ന പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഞാൻ എം അക്ബറിന്റെ എന്തോന്ന് വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യും? നിങ്ങൾ എൻ്റെ വിഷമം മനസ്സിലാക്കണം. അപ്പോ പണ്ട് ഈ KNM അവരുടെ കസ്റ്റഡിയിൽ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ ഒത്താശയോട് കൂടി നടന്നിരുന്ന ഒരു പരിപാടിയാണ് ഈ പറയപ്പെടുന്ന നിച്ച് ഓഫ് ട്രൂത്ത്. അതിന്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരിയും അതേപോലെ വേറെ കുറച്ച് ആളുകളും നമ്മുടെ ഹുസൈൻ സലഫിയും ഒക്കെ അടങ്ങുന്ന വേറെ ഒരു സംഘം വിസ്ഡം ഗ്രൂപ്പായിട്ട് പിരിഞ്ഞു പോകുന്നത്. അതും കേരളത്തിൽ നിന്നുള്ള തീവ്രവാദ ബന്ധമുള്ള കേസുകൾ ഉണ്ടാവലും അക്ബർ സാഹിബിന്റെ അതേപോലെ ഈ പീസ് സ്കൂളിനെ തള്ളി പറയുന്ന ഘട്ടവും അക്ബർ ആരാ, മുജാഹിദോ ജമാഅത്തോ എന്നൊക്കെ ചോദിച്ചിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരെയും പീസ് സ്കൂളുമായിട്ട് മുജാഹിദ് സംഘങ്ങൾക്ക് യാതൊരു ബന്ധമില്ല, നിച്ച് ഓഫ് ട്രൂത്ത് ഇസ്ലാമുമായിട്ട് ബന്ധമല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളെയൊക്കെ നിങ്ങളിപ്പോ ഓർക്കാൻ പറ്റുന്ന ആളുകൾ ഓർത്തെടുക്കാം. എന്തായാലും കേരളക്കര കുട്ടിച്ചോറാക്കാവുന്നതിന്റെ പരമാവധി അക്ബർ ചെയ്തു. നാട്ടുകാരുടെ ഇടയിലൊക്കെ ഇസ്ലാമിനെ കുറിച്ച് നല്ല മതിപ്പുണ്ടാക്കാൻ ഇടയായി. മിണ്ടാതെ ഒരു ഭാഗത്ത് അവരവരുടെ മതപ്രബോധനമായിട്ട് പോയിരുന്ന ക്രിസ്ത്യൻ മിഷണറിമാരെയും പാതിരിമാരെയും ഒക്കെ ഇസ്ലാമിന്റെ നെറുകന്തല മാന്തി പൊളിക്കുന്നതിലേക്കും മുഹമ്മദിന്റെ പഴങ്കഥകൾ, ചീഞ്ഞു നാറിയ പഴങ്കഥകൾ വലിച്ചു പുറത്തെടുക്കുന്ന അവസ്ഥയിലേക്ക് അവരെയും കൊണ്ടെത്തിച്ചു. ഇതര മതസ്ഥർ പല സ്വാമിമാരെയും സ്റ്റേജിൽ കൊണ്ടുയിരുത്തിയിട്ട് കണാകുണ പറഞ്ഞ അവരുടെ വേദങ്ങളെ ഇവർ വ്യാഖ്യാനിച്ചിട്ട്, ഏത് വേദങ്ങളെ? അറബി അറിയാത്ത ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് അന്തിച്ചർച്ച നടത്തുന്ന ഇവരുടെ നേതാക്കന്മാര് അറബിയും അറിയൂലാത്ത ആളുകള് അറബി പഠിപ്പിക്കാൻ വേണ്ടി കൂലിക്കാളെ വെച്ചിട്ടാണ് എം അക്ബറിനെ പോലെയുള്ള ആൾക്കാർ പ്രബോധനം നടത്താം. എന്നിട്ട് അവരാണ് ജബ്ബാർ മാഷിന് അറബി അറിയോ, അറബി തിരിയോ എന്ന് ചോദിക്കുന്നത്. അത് പോട്ടെ, അത് അവരുടെ വിഷയം. നമുക്കങ്ങനെ അറബി തിരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല, പ്രചരിപ്പിക്കാനും വിശ്വസിക്കാനും വിമർശിക്കാനും. അതാണ് എൻ്റെ നിലപാട്. ഞാൻ ഈ സംവാദം കഴിഞ്ഞ ഉടൻ, അതായത് അത് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജബ്ബാർ മാഷ് സംവാദ വേദി വിട്ടിറങ്ങുന്ന സമയത്ത് തന്നെ ജബ്ബാർ മാഷോട് ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു സ്ലോ പോയിസൺ ആണ്. ആ ഒരു വാക്ക് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല. പക്ഷെ ആ സംവാദം കേട്ടിട്ട് പലരും വിചാരിച്ചു ജബ്ബാർ മാഷ് തോറ്റു, അടി പതറി എന്നൊക്കെ വിശ്വാസികൾ ഇങ്ങനെ ഊറ്റം കൊണ്ടു. പക്ഷെ നിങ്ങൾക്കറിയോ, എം അക്ബർ ആ സംവാദ വേദിയിൽ ഖുർആനിൽ കാണിച്ച കൃത്രിമമാണ് വാസ്തവത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ അടിവേര് മന്തിയത്. അക്ബറിന് ഇസ്ലാം മത പ്രബോധനം എന്ന പേരിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത അക്ബറിന്റെ ക്രെഡിബിലിറ്റി മൊത്തം തകർന്നു പോയത്. അതായത് ഇതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളുണ്ട്,
അവർ അക്ബർ കാണിച്ച കൃത്രിമം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അക്ബർ കൃത്യമായിട്ട് ദഅവത്തും ഈ സംവാദമൊക്കെ ഒരു ബിസിനസ് ആയിട്ടാണ് കാണുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്ത ആളുകളിൽ നിന്നുള്ള പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് അക്ബറിന് ഇപ്പം സ്നേഹസംവാദവും വേണ്ട, അള്ളാഹുവിന്റെ മാർഗത്തിൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഇടപാടും വേണ്ട, ദഅവത്തിന്റെ കൂലിയും വേണ്ട. നിങ്ങൾക്കറിയോ 2 വർഷമായിട്ട് ദഅവ വർക്ക്ഷോപ്പുകൾ നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി രഹസ്യമായിട്ട് അവിടെ നടക്കേണ്ടവരില്ല. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ദഅവ വർക്ക്ഷോപ്പുകളുടെ പരസ്യം ചെയ്യുകയും എങ്ങനെയാണ് ഇതര മതസ്ഥർക്കിടയിൽ ഇസ്ലാം പ്രചരിപ്പിക്കേണ്ടത് എന്നതിന് അക്ബർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായി പരിശീലനം കൊടുക്കുന്ന കളരികൾ പ്രവർത്തിച്ചിരുന്നു കേരളത്തിൽ. അത്തരം ദഅവ വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ നിന്നുപോയിട്ടുണ്ട്. കാര്യമായ കച്ചവടം നടക്കുന്നില്ല. ഏറ്റവും അവസാനത്തെ ശ്രമമായിട്ട് അക്ബറിന്റെ ഭാഗത്ത് നിന്ന് കണ്ടത് ദഅവ ബുക്സിനെ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പരിപാടി എന്ന നിലക്ക് നിരന്തരമായിട്ട് വലിയ എമൗണ്ടിന് പുസ്തകം വാങ്ങി സഹായിക്കുവാൻ ഉള്ള ഒരു ആഹ്വാനമൊക്കെ. സംവാദം കഴിഞ്ഞത് മുതൽ അക്ബർ നിലം തൊട്ടിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. അദ്ദേഹത്തിന്റെ ദഅവ പ്രസ്ഥാനം അടച്ചുപൂട്ടി. ഉണ്ടായിരുന്ന സാധനം പിടിയും വലിയുമായി 2-3 വിഭാഗമായി. നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന അക്ബറിന്റെ സ്വപ്ന പദ്ധതി വിസ്ഡം ഗ്രൂപ്പുകാർ തട്ടിയെടുത്തു. അല്ലെങ്കിൽ അതിന് കോപ്പി ക്യാറ്റ് വേറെ സംഭവം ഉണ്ടാക്കി. അക്ബറിന് പുറത്തിറങ്ങാൻ പറ്റാതെയായി. നിച്ച് ഓഫ് ട്രൂത്തിന് പകരം സ്ഥാപനങ്ങൾ ഉണ്ടായി. നിങ്ങൾക്കറിയോ, അക്ബറിന്റെ കച്ചവടം പൂട്ടിയതറിഞ്ഞ്, അക്ബറിന്റെ സ്ഥാപനം പരിങ്ങലിലായതറിഞ്ഞ് ആ ഒരു വിടവിലേക്ക് തൻ്റെതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പടിക്കാനും സ്ഥാപനം ഉണ്ടാക്കാനും ദഅവത്തിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാനും അതൊരു ഫാമിലി ബിസിനസ് ആക്കി മാറ്റാനും ലക്ഷ്യം വെച്ചിറങ്ങിയ അഭിനവ ദാഴിയാണ് അബ്ദുള്ള ബാസിൽ. ഇത് ഞാൻ ഈ വിവരങ്ങളൊക്കെ മുഴുവനായിട്ട് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല. ആ വരത്തക്കോ നിത്തക്കോ ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാത്ത എന്താന്നുള്ളത്. ഇവിടെ കിടന്ന് നിലവിളിക്കാതെ എല്ലാവരും പോയിട്ട് അക്ബറിന്റെ ഫേസ്ബുക്ക് പേജും പ്രൊഫൈലും നിച്ച് ഓഫ് ട്രൂത്തിന്റെ വെബ്സൈറ്റും അതിന്റെ യൂട്യൂബ് ചാനലും അതിന്റെ ഫേസ്ബുക്ക് പേജും ഒക്കെ നിങ്ങൾ വെറുതെ പോയി നോക്ക് വിശ്വാസികള്. നീ ഇങ്ങനെ കരയല്ലേ എന്നാണ് എന്റെ നാളുടെ പേര്. ഇങ്ക്മാനോ ഒന്ന് പോയി നോക്ക് സുഹൃത്തെ, പോയി നോക്ക്. എന്താ കഥ, എന്താ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കഥ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് സംവാദം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ ഹാലിളകുന്നത് എന്നും എന്തുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകളോട് ഇവർ ഇത്രയും ആക്രോശത്തോടു കൂടിയും ശത്രുതാപരമായിട്ട് ഇവരെ ഇപ്പൊ തീർത്തു കളഞ്ഞാലേ ശരിയാവുള്ളൂ എന്ന രീതിയിലൊക്കെ ഹാലിളകി നടക്കുന്നത് എന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ഥാപനം അതിൻ്റെ ഏറ്റവും വലിയ പ്രതാപകാലത്ത് നിന്ന് മൂക്കും കുത്തി താഴെ വീണു, കച്ചവടം പൂട്ടി, സ്ഥാപനം അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. നിച്ച് ഓഫ് ട്രൂത്തും അക്ബർ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട്, അക്ബറിന്റെ സ്നേഹസംവാദം കഴിഞ്ഞു. അക്ബറിന്റെ കേരളത്തിലെ ദഅവ പ്രവർത്തനം, ദഅവ ബിസിനസ് അവസാനിച്ചു എന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, വിശ്വാസിയായിരിക്കുന്ന ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും വിശ്വാസത്തിൽ സംശയം ജനിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥയും ഇത്തരം ഖുർആനിലും ഹദീസിലൊക്കെ കൃത്രിമം കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെ രക്ഷിക്കാനോ തങ്ങളുടെ സംഘടന മറ്റു സംഘടന മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നു, സംവാദത്തിൽ ജയിക്കുന്നു എന്നൊക്കെ വരുത്താനോ ശ്രമിക്കുന്ന പണ്ഡിതന്മാർ ഈ ദീനിൽ ഉണ്ടാക്കാൻ പോകുന്ന പരിക്കെന്താണെന്നതിനെ കുറിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എന്നെ ഇസ്ലാമിൽ നിന്നുള്ള പുറത്തേക്കുള്ള വഴി കാണിച്ചു തന്നത് ഒരു സുന്നിയും ഒരു മുജാഹിദും കൂടെ കൂടിയിട്ടാണ്. ആളുകളുടെ പേരുകൂടി പറഞ്ഞുതരാം. ഒന്ന് സാക്ഷാൽ ഹുസൈൻ സലഫിയാണ്, രണ്ടാമത്തത് സാക്ഷാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. നല്ല കാലത്ത് ആയ കാലത്ത് റഹ്മത്തുള്ളാഹിൽ കാസിമിയുടെ വളരെ സുന്ദരമായ ഖുർആൻ ക്ലാസ്സുകൾ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശൈലിയൊന്നുമല്ല കേട്ടോ, വളരെ എന്താ പറയുക ആകർഷണീയമായ രീതിയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു സ്വസ്ഥമായ ജീവിതം നയിക്കാവുന്ന പരുവത്തിലുള്ള ഖുർആൻ ക്ലാസ്സുകളുമായിട്ട് റഹ്മത്തുള്ളാഹിൽ കാസിമിയൊക്കെ രംഗത്തുണ്ടായിരുന്ന കാലത്ത്
ഡോക്ടർ MM ബഷീർ മൗലവി എന്ന് പറയുന്ന ആളുടെ ഖുർആൻ ശാസ്ത്ര വിശദീകരണ വയലുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ ഇടയ്ക്ക് തമാശയ്ക്ക് ഒരു രസത്തിന് KS മൗലവിയാൻ പാർട്ടിയുടെ ഇസ്ലാമിക ചരിത്ര കഥാപ്രസംഗ വേദികളുടെ എന്താ പറയുക, അതിൻ്റെ ആ ഒരു ആരവത്തിലൊക്കെ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു കാലത്ത് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും തീരുമാനിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ വഹാബി ആശയത്തിലേക്ക് എന്നെ ആകൃഷ്ടനാക്കാൻ വേണ്ടി എനിക്ക് നാദാപുരം ഖണ്ഡനം എന്ന് പറയുന്ന പരിപാടിയുടെ ഹുസൈൻ സലഫിയുടെ ചില വീഡിയോ കാസറ്റുകൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് തരികയാണ്. കാരണം ഞാൻ എൻ്റെ ബിസിനസ് ആവശ്യമായി താമസിക്കുന്ന പ്രദേശത്ത് ഇടയ്ക്ക് നിസ്കരിക്കാനുള്ള സമയത്തിന് എളുപ്പത്തിന് വേണ്ടി അവിടെ അടുത്തുള്ള മുജാഹിദ് പള്ളിയിൽ കയറി നമസ്കരിക്കുമായിരുന്നു. സുന്നി പള്ളി കുറച്ചുകൂടി ദൂരെയാണ്. നമ്മൾ പരമ്പരാഗതമായിട്ട് സുന്നി ഫാമിലിയാണ്. പക്ഷെ അടുത്തുള്ള പള്ളി ആവുമ്പം നമ്മൾ വഖത്തിന് നിസ്കരിക്കാൻ വേണ്ടി, ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി എളുപ്പത്തിന് പലപ്പോഴും മുജാഹിദ് പള്ളിയിലേക്ക് പോകും. അപ്പം അങ്ങനെ മുജാഹിദ് പള്ളിയിലേക്ക് ചെല്ലുന്ന ഒരാളെ കാണുമ്പോൾ, മുജാഹിദ് ആശയക്കാരനാണോ എന്ന് ഉറപ്പില്ലാത്ത ഒരാളെ കാണുമ്പോൾ, മുജാഹിദ് ആശയം നമ്മളെ മനസ്സിൽ കുടിയിരുത്താൻ വേണ്ടി ചെറിയ ചെറിയ ലഘുലേഖകൾ, ചെറിയ CD കാസറ്റുകൾ, ചെറിയ ബുക്കുകൾ, ചില വാരികകൾ, മാസികകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് തരികയും പ്രത്യേകമായ സ്നേഹം നമ്മളോട് കാണിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എനിക്ക് ഹുസൈൻ സലഫിയുടെ കുറേ വീഡിയോകൾ അടങ്ങുന്ന DVD-കളുടെ ഒരു സെറ്റ് കിട്ടി. കുറച്ചത് കേട്ടപ്പോൾ അതിലെനിക്ക് ചില ശരികളുണ്ട്, പക്ഷെ ചില സംശയങ്ങൾ തോന്നി. അപ്പം എന്നെ സംബന്ധിച്ച് അന്നും ഇന്നും എന്നും ഞാൻ സ്വീകരിക്കുന്ന ഒരു സമീപനം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു തർക്കം മുന്നിൽ വന്നാൽ ആ തർക്കത്തിന്റെ ഇരുപക്ഷവും കേൾക്കുക എന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അന്ന് സുന്നിയാണ് എന്ന് വിചാരിച്ചിട്ട് അബ്ദുറഹ്മാൻ സഖാഫി പറയണതും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുന്നി മൂല്യമാർ പറയണത് അങ്ങനെ വിഴുങ്ങല്ല. മുജാഹിദുകളല്ല എന്ന് വിചാരിച്ച് അവർ പറയണതൊക്കെ തെറ്റാണെന്ന് തീരുമാനിക്കില്ല. രണ്ടു പക്ഷവും കേൾക്കും. അങ്ങനെ ഹുസൈൻ സലഫിയുടെ മറുപക്ഷത്ത് നിന്നുകൊണ്ട് അബ്ദുറഹ്മാൻ സഖാഫി, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയുള്ള പ്രഭാഷണങ്ങൾ കേട്ടു. ഇത് കേട്ടപ്പോഴാണ് ഇത് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുന്ന് കേൾക്കല്ല കേട്ടോ, മാസങ്ങൾ നീണ്ട ഈ കേൾക്കലും ആലോചിക്കലും ഇവർ പറയുന്ന കാര്യങ്ങൾ റെഫറൻസ് നോക്കലും ഒക്കെ ആയിട്ട് ഒരു 3-4 മാസത്തെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവരുടെ വാദം ജയിക്കാൻ ഇവർ എന്ത് നുണയും പറയും. അതായത് ഒരേ ഖുർആനും ഒരേ ഹദീസും വെച്ചുകൊണ്ട് വിശ്വാസികളായ മനുഷ്യരുടെ മുമ്പിൽ സുന്നി മുജാഹിദ് തർക്കത്തിനെ മുൻനിർത്തിയിട്ട് സുന്നിയെ ജയിക്കാൻ വേണ്ടി ഖുർആനിൽ കൃത്രിമം കാണിക്കുന്ന സലഫികളെ, ഖുർആനിന്റെ അർത്ഥം മാറ്റി പറയുന്ന സുന്നികളെ കോട്ടിമാട്ടുക എന്ന വാക്ക് ഞാൻ പഠിച്ചത് അവിടുന്നാണ്. ഈ സുന്നി മുജാഹിദ് തർക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരുടെ ഒരു പരിപാടിയാണ് കോട്ടിമാട്ടുക, ക്ലിപ്പ് ചെയ്യുക, ക്ലിപ്പ് കട്ട് ചെയ്യുക. ഈ അബ്ദുള്ള ബാസിലും സംഘവും ഒക്കെ കാണിക്കുന്ന 5 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് ക്ലിപ്പ് എടുത്തിട്ട് അത് മറിച്ചും തിരിച്ചും കേൾപ്പിച്ചിട്ട് വേറൊരു ഭാഗത്ത് പറഞ്ഞതുമായി ചേർത്ത് വെച്ചിട്ടുള്ള കൃത്രിമ ക്ലിപ്പിങ്ങുകൾ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സുന്നിയും AP സുന്നികളും മുജാഹിദുകളും തമ്മിൽ നടക്കുന്ന സംവാദങ്ങളിലാണ്. പിന്നീട് അത് മുജാഹിദുകൾ തമ്മിലുള്ള തർക്കം വന്ന സമയത്ത് മുജാഹിദുകൾ ജിന്നൂരികളും മറ്റോരും തമ്മിലായി, ഔദ്യോഗിക പക്ഷവും മറ്റേ മടവൂരി പക്ഷവും തമ്മിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ. പരസ്പരം ഒരു ബഹുമാനമില്ലാതെ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുവരും ആളുകൾ ആക്ഷേപിക്കുന്ന, ഹദീസ് പറഞ്ഞ് അർത്ഥം വെച്ച് ദ്വയാർത്ഥം വെച്ച് എതിർ സംവാദകനെ ആക്ഷേപിക്കുന്ന ഈ വൃത്തികെട്ട രീതികൾ ഞാൻ ആദ്യം കണ്ടത് സുന്നി മുജാഹിദ് തർക്കത്തിലാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇവർ ഖുർആൻ വെച്ച് കള്ളം പറയുന്നവരാണ് എന്ന് വിശ്വാസിയായിരുന്ന കാലത്ത് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശങ്കയിൽ നിന്നാണ് വാസ്തവത്തിൽ സ്വന്തം നിലയ്ക്ക് ഇതൊക്കെ പരിശോധിക്കണമെന്നും നിഷ്പക്ഷമായിട്ടുള്ള ആളുകളിൽ നിന്ന് അറിവ് ലഭിക്കാൻ ശ്രമിക്കണമെന്നും നമ്മൾ ആഴത്തിലുള്ള വായനയിലേക്ക് പോകണമെന്നും വിശ്വാസിയായിരിക്കെ ഞാൻ തീരുമാനിച്ചു. ഞാനിത് എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഖുർആൻ കൊണ്ട് കൃത്രിമം കാണിച്ച് അക്ബർ കാണിച്ച ആ തട്ടിപ്പാണ് വാസ്തവത്തിൽ ഇസ്ലാം കേരളത്തിൽ ഇത്രമേൽ ഇളകി മറിയാനുള്ള കാരണം. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഇസ്ലാമിക സമൂഹത്തിനകത്ത് പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികളുടെ ഇടയിൽ ഇസ്ലാമിക വിശ്വാസം എന്ന് പറയുന്നതോ, പണ്ഡിതന്മാരെ കുറിച്ചുള്ള പേടി എന്ന് പറയുന്നതോ, ഇസ്ലാമിക നിയമത്തിനോടുള്ള വിധേയത്വം എന്ന് പറയുന്നതോ ഒരു പേരിനിങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, നാറാനുണ്ട് കോരാനില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് പുതിയ തലമുറയുടെ കയ്യിലുള്ള ഇസ്ലാമിന്റെ അവസ്ഥ. അപ്പൊ അതിന് നമ്മളൊക്കെ ഹേതുവാണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പല ആളുകൾക്കും നമ്മൾ ഇത്ര സൗമ്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല,
ഭയങ്കര ഹാർഡായിട്ട് പറയണം, ഭയങ്കരമായിട്ട് ഭീകരമായ അശ്ലീലം കലർത്തി സംസാരിക്കണം എന്നൊക്കെ താല്പര്യമുള്ളവരും അത് കേൾക്കുമ്പോൾ അത് ത്രസിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ ഇടയിലുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടല്ല, ഞാൻ പറയുന്നത് അതൊന്നും വിശ്വാസികളുടെ മനസ്സിലേക്ക് കയറില്ല. വിശ്വാസികളുടെ മനസ്സിലേക്ക് കയറുന്നത് ഇസ്ലാം മതത്തിന്റെ വക്താക്കളായി നിൽക്കുന്നവർ, പ്രബോധനം നടത്തുന്നവർ, വയല് പറയുന്നവർ, അവർ കാണിക്കുന്ന കൃത്രിമവും ഖുർആനിന്റെ അകത്ത് കിടക്കുന്ന യഥാർത്ഥ വസ്തുതയും വളരെ സൗമ്യമായും വളരെ ലളിതമായും അവർക്ക് പരിശോധിക്കാനുള്ള പ്രേരണ നൽകുന്ന വിധം അവരുടെ മുമ്പിൽ ലളിതമായി അവതരിപ്പിക്കാം. ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കുന്ന പോലെ എടുത്താൽ മതി. ഒരാക്രോശവും വേണ്ട, ഒരമിതമായ വാചകങ്ങളും വേണ്ട, ഒരു മോശം പദപ്രയോഗം വേണ്ട, ഒരു ക്ലിക്ക് ബൈറ്റ് കിട്ടാനുള്ള തംബ്നെയിലും വേണ്ട. നിങ്ങൾ ഇസ്ലാമിനെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിക്കോട്ടെ, ഈ മൗലവിമാര് പറയുന്ന തരികിടയും തക്കിടയും ഒക്കെ കച്ചവട തന്ത്രമാണ് എന്ന് വിശ്വാസികൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങൾ മതവിമർശനം നടത്തുന്നതെങ്കിലും ഇത് പഠിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും ഇത് സപ്പോർട്ട് ചെയ്യുന്നതെങ്കിലും തീർച്ചയായിട്ടും വളരെ സൗമ്യമായും മാന്യമായും ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് എം അക്ബറിന്റെ കച്ചവടവും നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഇടപാടും കേരളത്തിൽ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇനി പുതിയൊരു സ്ഥാപനം, പുതിയൊരു സംരംഭം, പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ചു വന്നിട്ട് വേണം. അവിടെ എം അക്ബർ ഇരുന്ന കസേരയിൽ കണ്ണുന്നിട്ട് പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളായിട്ട് ഞാൻ ഒരു 6-7 മാസം മുൻപ് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് നമ്മുടെ അബ്ദുള്ള അബ്ബാസിനെ. അതുകൊണ്ടാണ് അബ്ദുള്ള അബ്ബാസിനെ പ്രത്യേകമായിട്ട് നമ്മൾ പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. നുളയിലേ മുള്ളുക എന്നൊരു പ്രയോഗമുണ്ട്, ഇനി അത് നാളെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടതെന്നാണ്, നുളയിലേ മുള്ളുക എന്ന്. അപ്പൊ അത് മുളയിലേ നുള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് ദേവരംഗത്തേക്ക് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ മതത്തോട് സത്യസന്ധത കാണിക്കാം, നിങ്ങൾ നിങ്ങളുടെ ഖുർആനിനോട് സത്യസന്ധത കാണിക്കാം. കളവ് പറഞ്ഞും കാപട്യം കാണിച്ചും കൃത്രിമം കാണിച്ചും ഖുർആനിനെ ജയിപ്പിച്ചു കൊണ്ടുപോവാം എന്ന് വിചാരിച്ചു വരുന്നത് ആത്മഹത്യാപരമായിരിക്കും. അതിലെനിക്ക് ഏറ്റവും ബഹുമാനം തോന്നിയിട്ടുള്ള ആൾക്കാർ AP വിഭാഗം സുന്നികളാണ്. AP വിഭാഗം സുന്നികളായിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ പോയിട്ട് ചോദിക്കാം, ഭാര്യനെ തല്ലാം എന്നൊക്കെ ഇസ്ലാമിലുണ്ടല്ലോ ഖുർആനിലുണ്ടല്ലോ പറഞ്ഞാൽ ഉണ്ട്, അതിനിപ്പോ എന്താ കുഴപ്പം? വളരെ നിഷ്കളങ്കമായിട്ടുള്ള മറുപടി ആയിരിക്കും. ഉണ്ട്, അത് കുഴപ്പമൊന്നുമില്ല, അത് നബി പറഞ്ഞാണ്, അത് അള്ള പറഞ്ഞതല്ലേ, അള്ള പറഞ്ഞ പിന്നെ ശരി തന്നെ. ഇതാണ് നിങ്ങൾക്ക് ഇനി പിടിച്ചു നിൽക്കാനുള്ള മാർഗം. അതിനു പകരം ഭാര്യയെ തല്ലാനുള്ള ഖുർആൻ വചനം ആരെങ്കിലും പരാമർശിക്കുമ്പോൾ അതിങ്ങനെ നമ്മൾ ചെറുങ്ങനെ മിസ്വാക്കിൻ്റെ കൊണ്ടാണ്, അല്ലെങ്കിൽ പൊട്ടിയ കണ്ണാടിൻ്റെയോ പിന്നെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉഡായിപ്പ് വാദം പറയാണ് എന്ന്. മുർത്തദിനെ കൊല്ലണമെന്ന് ഇസ്ലാമിൽ നിയമമുണ്ടല്ലോ എന്ന് ആരെങ്കിലും വിമർശിക്കുമ്പോൾ എന്നിട്ട് ജബ്ബാർ മാഷൊക്കെ മലപ്പുറത്ത് ജീവിച്ചിരിക്കണില്ലേ, എന്നിട്ട് ലിയാഖത്തിന്റെ കഴുത്തിന് മേലെ തലയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇത് കേട്ടോണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് മനസ്സിലാവും നിങ്ങൾ ഉരുണ്ടുമറിയുകയാണ് എന്ന്. അബ്ദുള്ള അബ്ബാസിൽ ഞാനും തമ്മിലുള്ള ഫോൺ സംഭാഷണം കേട്ടതിന് ശേഷം മാത്രം അബ്ദുള്ള അബ്ബാസിൽ പറയുന്നതിൽ സത്യസന്ധതയില്ലായ്മ തോന്നി, സംശയം തോന്നിയിട്ട് പരിശോധിച്ച ആളുകൾ പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭയങ്കര മിടുക്കന്മാരാവും. അപ്പൊ നമ്മളെ മൈക്ക് ഷുക്കൂർ മൈക്ക് എവിടെ, മൈക്ക് ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ അതെന്തോ മഹാസംഭവമാണെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾക്കറിയോ അദ്ദേഹം പല വീഡിയോകളും പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കെതിരെ ചെയ്തത്. അതുകൊണ്ട് പ്രബോധിപ്പിക്കുകയാണെങ്കിലും പ്രചരിപ്പിക്കുകയാണെങ്കിലും വിമർശിക്കുകയാണെങ്കിലും സത്യസന്ധമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് നുണ പൊളിക്കുന്നു, നുണ സീരീസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയിട്ട് എന്തായി? എവിടെ ബാസിലെ നുണകൾ? ഞാൻ പറഞ്ഞ നുണകൾ എൻ്റെ മാത്രം ഫോട്ടോ വെച്ച് നിങ്ങൾക്ക് എന്താ പുറത്തുവിടാൻ പറ്റാത്തത്? എത്ര വീഡിയോ ബാസിലിൻ്റെത് നമ്മൾ റിയാക്ട് ചെയ്തു? ബാക്കിയൊക്കെ പോട്ടെ, ഇസ്ലാമിനെ കുറിച്ച് പൊതുവിൽ പറഞ്ഞത് പോട്ടെ, അബ്ദുള്ള ബാസിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ മാത്രം എത്ര വീഡിയോ നമ്മൾ പുറത്തിട്ടു? എത്ര വീഡിയോ അദ്ദേഹം പറഞ്ഞ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തു? ഒരു വീഡിയോയ്ക്ക് അബ്ദുള്ള ബാസിലിന് ഞാൻ കൊടുത്ത മറുപടികളിൽ ഒരു വീഡിയോയ്ക്ക് മാത്രമാണ് അബ്ദുള്ള ബാസിൽ പ്രതികരിക്കാൻ ശ്രമിച്ചത്. അത് കോമൺ സെൻസ് ക്ലാസിനെ കുറിച്ചാണ്. അതിന്റെ കഥ എന്താണ് നിങ്ങൾ പോയി നോക്കൂ. ഇസ്ലാമിക വിഷയങ്ങളിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്ക് അബ്ദുള്ള ബാസിൽ പറഞ്ഞ വാദങ്ങളെ ഗണ്ണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് അബ്ദുള്ള ബാസിൽ മറുപടി പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഉദ്ധരിച്ച ഖുർആൻ വചനങ്ങളും ഹദീസുകളും അത് തെറ്റാണ്, അതിനകത്ത് അങ്ങനെ ഇല്ല, അതിന്റെ അർത്ഥം ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഇന്ന് വരെ അബ്ദുള്ള ബാസിൽ രംഗത്ത് വന്നിട്ടുണ്ടോ? ഇല്ല.
എന്തുകൊണ്ടാ? അത് അബ്ദുള്ള അബ്ബാസിൽ എടുക്കുന്ന നല്ല തീരുമാനമാണ്. കാരണം വന്നിട്ട് നുണ പറയുന്നതിനേക്കാൾ നല്ലത്. ഏതുപോലെ സൂറത്തു തൗബ പറഞ്ഞു വന്നപ്പം അത് പറഞ്ഞത് നുണയാണ് എന്ന് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്തപ്പം മിണ്ടാതെ അവിടെ കിടന്നാൽ മതിയായിരുന്നു, ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. അതിന് പകരം അയ്യോ അതെനിക്ക് അബദ്ധം പറ്റിയതാണ്, അത് യുദ്ധസന്ദർഭം സൂറത്തു തൗബയല്ല, അത് മറ്റേ ബക്കറയിൽ പറഞ്ഞപ്പോൾ മിക്സായി പോയതാണ് എന്ന് കളവ് പറഞ്ഞപ്പം വിശ്വാസികൾക്ക് കാര്യം മനസ്സിലായി. കാരണം ഇന്നലെ വരെ നിങ്ങൾ എം അക്ബർ ഉൾപ്പെടെയുള്ളവർ, അബ്ദുള്ള അബ്ബാസിൽ ഉൾപ്പെടെയുള്ളവർ യുദ്ധസന്ദർഭം എന്ന് പറഞ്ഞു നടത്തുന്ന ഞാൻ ഏത് യുദ്ധം എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് യുദ്ധമല്ല, അത് മാറിപ്പോയി, അത് ബക്കറയിലാണ് യുദ്ധം, ഇവിടെ യുദ്ധമല്ല, ഇവിടെ കരാറാണ് എന്ന്. അപ്പൊ ആയിക്കോട്ടെ ഭായി, ഏതാണ് ആ കരാറ്? ഏതാണ് ആ കരാർ എന്ന് വെച്ചാൽ ഏതാണ് ആ മൈക്ക് എന്ന് വെക്കും. ഇതാണ് ഇവരുടെ ബോധം. എന്റെ നിരീക്ഷണം ശരിയാണോ അല്ലേന്ന് എനിക്കറിയില്ല. UAE ടീമിൽ ഇപ്പോ ഷുക്കൂർ അരിക്കോടിനെ കാണാനില്ല. എന്താ പ്രശ്നം എനിക്കറിയില്ല. എന്തെങ്കിലും ഇതുപോലത്തെ വലിയ മണ്ടത്തരം പറഞ്ഞിട്ട് പുലിവാൽ ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ച് തൽക്കാലങ്ങളൊന്ന് മാറി നാളെയും എന്ന് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം UAE ടീമിൽ ഞാൻ ഈ മൈക്കിന്റെ പ്രശ്നം കഴിഞ്ഞതിന് ശേഷം UAE ടീമിൽ അല്ലെങ്കിൽ അവരുടെ പോഡ്കാസ്റ്റ് പരിപാടിയിൽ ഷുക്കൂർ അരിക്കോടിനെ ഞാൻ കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ഞാൻ ഈ കളവ് പറഞ്ഞു എന്നൊന്നും പറയണ്ട, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? മൈക്ക് സംഭവത്തിന് ശേഷം ഷുക്കൂർ അരിക്കോടിനെ UAEയുടെ പോഡ്കാസ്റ്റിൽ കണ്ടിരുന്നോ ആരെങ്കിലും? നിങ്ങൾ ആരെങ്കിലും കണ്ടവരുണ്ടോ?